ആദ്യമായി AK രാമൻകുട്ടി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്, ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നതിന് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള. ഞാൻ സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് പാലക്കാട് രാമശ്ശേരിയില് ഒരു ഗാന്ധി ആശ്രമത്തിലാണ്. ഇത് ഇപ്പോ ഈ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും അതുപോലെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു സ്മാരകം ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതും ആ ഉണ്ടാക്കിയ സ്മാരകത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ അറിയാൻ എന്തായാലും എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും അതിന്റെ ആളുകളൊക്കെ ശ്രീനിവാസേട്ടൻ അതുപോലെ അതിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ എന്തായാലും അവർ അതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഒപ്പം തന്നെ പേജ് ഫോളോ ചെയ്യാനും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ മാക്സിമം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോ നമസ്കാരം ശ്രീനിവാസേട്ടൻ. നമസ്കാരം. ഇപ്പോ നമ്മളെന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ഈ ഗാന്ധി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ എന്നിട്ട് ഇപ്പൊ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും ആണോ ഞാൻ അവിടേക്ക് വരുന്ന സമയത്ത് ഇതെന്താണ് സംഭവം അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ കുറെ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഇതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അത്. അപ്പൊ ഞാൻ ചോദിക്കണത്, എന്താണ് ഗാന്ധി ഗ്രാമം? ഇത് ഗാന്ധി ആശ്രമം എന്നുള്ള പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ഇത് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിയമലംഘന പ്രസ്ഥാനം നടന്നിരുന്ന കാലം 1930 ദണ്ഡിയാത്രയടക്കമുള്ള നിയമലംഘന സത്യാഗ്രഹങ്ങൾ നടന്നിരുന്ന കാലമാണ്. ആ കാലത്ത് AK രാമൻകുട്ടി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അന്ന് AK രാമൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് 17 വയസ്സ് പ്രായമാണ്. പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം. ആ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായി അതിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ പ്രദേശം കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. പകൽ പോലും ആളുകൾ ഇങ്ങോട്ട് വരാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ആ രഹസ്യ സങ്കേതം എന്നുള്ള നിലയിൽ അവർ ഈ പാറപ്പുറത്ത് വെച്ച്, തൊട്ടടുത്തുള്ള പാറപ്പുറത്ത് വെച്ച് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പോലീസുകാരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. ആദ്യമായി AK രാമൻകുട്ടി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്, ഈ സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നതിന് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. പിന്നെ ഗാന്ധി ആശ്രമം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇതിനായിട്ട് ഏറ്റെടുക്കുക വല്ല വലിയൊരു ഉണ്ടായിരുന്നോ പ്രശ്നം? ഈ സ്ഥലം ഇത് എങ്ങനെയായിരുന്നു ഈ സ്ഥലം എടുത്തത്? ഈ സ്ഥലം ഒന്ന് നമ്മൾ ഈ AK രാമൻകുട്ടി എന്ന് പറയുന്ന ആള് താമസിച്ചിരുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്. അദ്ദേഹത്തോട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകിയിരുന്ന ചാമു എന്ന് പറയുന്ന ഒരു കർഷകൻ ഇവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലമാണ്. ആ സ്ഥലത്തിൽ നിന്ന് വീതം വെച്ചൊക്കെ എടുത്തിരുന്നു. അതിൽ നിന്ന് ഒരു ചാമു എന്ന് പറയുന്ന ഒരാളുടെ മകന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ 10 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഈ സ്ഥലം നമ്മളിത് തിരഞ്ഞെടുക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ്. നമ്മളൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മാരകമായിട്ടാണല്ലോ നമ്മൾ ഈ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത്. അതാണ് ഇതിന്റെ. ഈ ആശ്രമം സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ 2021 മാർച്ച് മാസം 12-ാം തീയതി നമ്മൾ താപ്പൻജി മെമ്മോറിയൽ LP സ്കൂളിലൂടെ തൊട്ടടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് താപ്പൻജിയുടെ പേരിലുള്ള ഒരു LP സ്കൂളാണത്. അവിടെ നമ്മൾ കൂടിയ ദണ്ഡിയാത്രയുടെ ഒരു അനുസ്മരണ യോഗത്തിൽ വെച്ചാണ് നമ്മൾ ഔപചാരികമായി ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത്. അതിന് മുമ്പ് ഇതിനൊരു ചരിത്രമുള്ളത്, ഗാന്ധിജിയുടെ കൂടെ സേവാഗ്രാം ആശ്രമത്തിൽ, വാർത്തയിലെ സേവാഗ്രാം ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ഭീമൻ ഗുരുജിയോടൊപ്പമാണ് ഞാൻ ഈ ഗാന്ധിമാർഗ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അത് 1988 മുതൽ ഭീമൻ ഗുരുജിയായിട്ട് പരിചയം. അപ്പോൾ ഞങ്ങള് ഒരു ഭീമൻ ഗുരുജിയുമായിട്ട് അടുത്ത് ഇടപഴകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭീമൻ ഗുരുജി എന്നോട് പറഞ്ഞൊരു കാര്യം, ഗാന്ധിമാർഗ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ ഒരു ആശ്രമ സങ്കല്പത്തിലുള്ള സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു ഗാന്ധി ആശ്രമം നമുക്ക് പാലക്കാട് ഉണ്ടാവണം. ശ്രീനിവാസന് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഗാന്ധി ആശ്രമം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി വേണം ചെയ്യാന്നുള്ളത്. അന്ന് നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിലത് ഉണ്ടായിരുന്നു. ഒരു നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഗാന്ധിജി
ദക്ഷിണാഫ്രിക്കയിലെ ഫീനിക്സ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു, ടോൾസ്റ്റോയ് ഫാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുറബ് ആശ്രമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് സബർമതി ആശ്രമത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ അവസാനം വാർധയിലെ, മഹാരാഷ്ട്രയിലെ വാർധയിലുള്ള സേവാഗ്രാം ആശ്രമം. ഇവിടെയൊക്കെ ഗാന്ധിജി തുടർച്ചയായി ഓരോ സ്ഥലങ്ങളിലും ഓരോ ആശ്രമങ്ങളിലും വളരെ കൃത്യമായ ആശ്രമ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സാധാരണഗതിയിൽ ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മുടെ ആശ്രമങ്ങൾ. പക്ഷെ ഗാന്ധിജിയുടെ ആശ്രമം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള, സമ്പൂർണ്ണ സ്വരാജിന് വേണ്ടിയുള്ള പരീക്ഷണ കേന്ദ്രങ്ങളാണ്. നമ്മള് ഈ സ്വരാജ് എന്ന ഗാന്ധിജി എടുത്തു പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും സമ്പൂർണ്ണ സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ കഴിയുന്ന, സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും ഏറ്റവും പാവപ്പെട്ട മനുഷ്യനോട് ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഗാന്ധിജി. മനസ്സിൽ ആദ്യം വന്നത്, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആദ്യം ഉദിച്ചു വന്നൊരു കാര്യം, ഗാന്ധിജി സേവാഗ്രാം ആശ്രമത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അപ്പോ 150 രൂപയിൽ കൂടുതൽ ചെലവ് വരാൻ പാടില്ല, പരിസരത്തുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമേ ഗാന്ധി കുടിൽ നിർമ്മിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ ദിവസം തന്നെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് പറഞ്ഞൊരു കാര്യം, ചർക്ക ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ നാടിന്റെ സാമ്പത്തിക സംവിധാനത്തെ വളരെ വിപുലമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഗാന്ധിജി സ്വദേശി പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഖാദിയെ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പൊ ചർക്ക ഉപയോഗിച്ചാണല്ലോ ഖാദി പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ആ ഖാദി തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചർക്ക, നൂൽക്കുന്നതിനുള്ള ചർക്ക, ഏറ്റവും നല്ല ചർക്ക ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം പ്രഖ്യാപിച്ചു. ആ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ 150 രൂപയ്ക്ക് ആശ്രമം സ്ഥാപിക്കാനുള്ള ചെലവ് പറഞ്ഞ ഗാന്ധിജി ഏറ്റവും നല്ല ചർക്ക വിഭാവനം ചെയ്ത് തയ്യാറാക്കുന്ന ആൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചു 1 ലക്ഷം രൂപ. 1932 കാലഘട്ടത്തിൽ ഒരു 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിസാൻസിന് എത്രമാത്രം പ്രാധാന്യം ഗാന്ധി കൊടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പരമ്പരാഗതമായ അറിവും കഴിവും വൈദഗ്ധ്യവും ഒക്കെ ഉപയോഗിച്ച് വേണം എന്ന് നമ്മൾ ധാരണയിലെത്തുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഡിസൈനൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആർക്കിടെക്ട്സിന്റെ ലക്ഷ്മി മാഡം ഇതിനെ വളരെ കാര്യമായിട്ട് ഞങ്ങളെ സഹായിച്ചു ഡിസൈൻ തയ്യാറാക്കുന്നതിൽ. അത് കഴിഞ്ഞ് നമ്മൾ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ വൈദഗ്ധ്യമുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ വിശ്വകർമ്മ സഭയുടെ ഒരു ഗുരുകുലം നമ്മൾ ഏലംകുളം മനക്കടുത്ത് ചെറുകരയിലുള്ള ഗുരുകുലത്തില് സുബ്രഹ്മണ്യൻ ചെറുകര എന്ന് പറയുന്ന ഒരു ഗുരുനാഥനുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടെ ചേർന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകത ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വെട്ടുകല്ല് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. കഴിയുന്നത്ര പ്രകൃതി സൗഹൃദമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ വെട്ടുകല്ലിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാനായിട്ട് എത്തിയത് ഒരു നിമിത്തം എന്നുള്ള നിലയിൽ അവർ എത്തിപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ അന്വേഷിച്ചു പോയിട്ട് അദ്ദേഹത്തെ കണ്ടെത്തിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഞങ്ങളെടുത്ത് വന്ന് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ പിന്നിലൊക്കെ കഥയുണ്ട്, അത് വിശദമായിട്ട് പിന്നെ പറയാം. ഈ സുഭാഷ് എന്ന് പറയുന്ന ആള്, തിരുവേഗപ്പുറയിലുള്ള സുഭാഷും സംഘവുമാണ് ഇത് ചെയ്തത്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ക്ഷേത്രത്തിന്റെ വർക്കുകൾ കൂടുതൽ ചെയ്യുന്ന ആളുകളാണ്. തിരുവിതാംകൂർ മഹാരാജാവിന്റെ പട്ടും വളയും കിട്ടിയിട്ടുള്ള, അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ടീമാണ് സുഭാഷും സംഘം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു സൗഭാഗ്യം എന്നുള്ള നിലയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വന്നു ചേർന്നു എന്നുള്ളത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട്. കല്ല് വർക്കുകൾ മുഴുവൻ ചെയ്തത് ഈ സുഭാഷും സംഘമാണ് ചെയ്തത്. അതെ അല്ലേ? അതെ, നമ്മളിപ്പോ ഇവിടുത്തെ തൂണുകളൊക്കെ കണ്ടറിയാം എത്ര മനോഹരമായിട്ടാണ് അവരെ ചെയ്യുന്നത്. അല്ല, ഇത് വളരെ മനോഹരമായിട്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ വരക്കാശ്ശേരി അതിന്റെ ഉള്ളിൽ കയറുമ്പോ കിട്ടുന്ന അതേ ഒരു ഫീൽ ഇതിന്റെ ഉള്ളിൽ വരുമ്പോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ പുതിയൊരു കാലഘട്ടത്തിൽ ഒരു ബിൽഡിംഗ് ഇത്ര റിസ്ക് എടുത്ത് നിർമ്മിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല ആർക്കും. പക്ഷെ അത് നിർമ്മിച്ചു എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിൽ യാതൊരു തർക്കവും ഇല്ല. ഇത് ട്രസ്റ്റ് ആണോ അതോ ഇതെങ്ങനെയത് ഗവൺമെന്റിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ട്? നമ്മളിത് എല്ലാവരും ഇത് ബന്ധപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഈ ഗാന്ധി ആശ്രമത്തിന്റെ ഒരു നിർമ്മാണവും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയമാനുസൃതമായ ഒരു ഏജൻസി എന്ന് പറയുന്നത് സർവോദയ കേന്ദ്രം. അത് സർവോദയ കേന്ദ്രം എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് രജിസ്ട്രേഡ് ബോഡിയാണ്. നമ്മൾ ഭീമൻകുരിശി ചെയർമാനായിട്ടാണ് തുടങ്ങുന്നത്. 1996 ഒരു ക്വിറ്റ് ഇന്ത്യ ദിനത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത്. അപ്പോ 25 വർഷങ്ങൾ പൂർത്തിയാവുന്ന സമയത്താണ് നമ്മൾ സർവോദയ കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷം നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. അന്നിത് ഈ സർവോദയ കേന്ദ്രം രൂപം കൊള്ളുന്ന സമയത്ത് ഭീമൻകുരിശി ചെയർമാനായിരുന്നു. അകത്തേത്ര നാരായൺജി സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹം ഇതിന്റെ കൂടെ ഉണ്ട്.
അതുപോലെ സുബ്രഹ്മണ്യജി ഫ്രീഡം ഫൈറ്ററാണ്, അദ്ദേഹം ഇതിന്റെ കൂടെ ഉണ്ടാകും. അതുപോലെ സുബ്രഹ്മണ്യ മുതലിയാർ ചിറ്റൂരിലെ അദ്ദേഹം ഇതിന്റെ കൂടെ. ആ 4 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ നേതൃത്വം നൽകുന്ന ഒരു ടീമിലേക്ക് എന്നെ പോലുള്ള ചെറുപ്പക്കാർ അതിനകത്ത് വരികയാണ്. എന്നൊക്കെ വളരെ ചെറിയ പ്രായമാണല്ലോ, നമ്മളെ 25 വർഷം മുമ്പ് എന്നുള്ള. അപ്പോൾ അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് പറഞ്ഞാൽ അവരൊക്കെ നേരിട്ട് ഗാന്ധിയോടൊപ്പം ഇരുന്ന് ഗാന്ധിയിൽ നിന്ന് നേരിട്ട് പരിശീലനം ലഭിച്ച ആളുകളാണ്. ഇപ്പൊ ഭീമൻ കുരിക്ക് സുബ്രഹ്മണ്യൊക്കെ ഗാന്ധിയോടൊപ്പം പരിശീലനം നേടിയ, ഭാരത സേവകരം ആശ്രമത്തിൽ പരിശീലനം നേടിയ ആൾ. അപ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു നിയോഗം പോലെ നമ്മൾ അങ്ങനെ വന്ന് പെട്ടു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും അവർക്ക് ഓർക്കാനുള്ള വലിയൊരു സംഭവമായിട്ടത് മാറും, സംരംഭമായിട്ടത് മാറും. കാരണം ഇങ്ങനത്തെ അറിവുകളൊക്കെ യുവതലമുറയ്ക്ക് കുറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവരിലേക്ക് ഇത് എത്തിക്കാനുള്ള എല്ലാവിധ ഈ പ്രവർത്തനങ്ങൾക്കും, കാരണം ഇത് അത്രയും കഷ്ടപ്പാടുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ എന്തായാലും ആ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം ആശംസകൾ. എന്തായാലും പുറത്തുള്ള ആളുകളിലേക്ക് കൂടി ഈ ഒരു സംഭവം എത്തട്ടെ. അപ്പൊ ശ്രീനിവാസേട്ടന് ഇത്ര നേരം സഹായിച്ച ശ്രീനിവാസേട്ടന് എല്ലാവിധ ആശംസകളും. ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും ഇത് വലിയൊരു ഗുണമായിട്ടും ഒരു പാഠമായിട്ടും മാറട്ടെ. ഓക്കെ, സന്തോഷം. ഞങ്ങളുടെ തൊട്ടടുത്ത ഞങ്ങളുടെ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെ ഒരു വീട്ടിലായിരുന്നു ഇവിടുത്തെ ഈ ആദ്യത്തെ MLA ആയ AK രാമൻകുട്ടിയുടെ സിസ്റ്റർ താമസിച്ചിരുന്നു. നമുക്ക് എൻ്റെ ചേച്ചി പറഞ്ഞല്ലോ, എനിക്കത് ഓർമ്മയില്ല, നിങ്ങളൊക്കെ കുട്ടിയായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ രാമശ്ശേരിയുമായിട്ടുള്ളൊരു അസോസിയേഷൻ. പിന്നെ രണ്ടാമത്തെ കണക്ഷൻ മഹാത്മാഗാന്ധിയായിട്ടുള്ള ഒരു ബന്ധമാണ്. അത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അച്ഛൻ ഞങ്ങളോട് എപ്പോഴും ഗാന്ധിജിയുടെ ആദർശങ്ങളെ പറ്റിയും ഗാന്ധിജിയുടെ പ്രവർത്തന ശൈലിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനെ പറ്റിയും പൊതുവെയുള്ള ഒരു ഗാന്ധിയൻ രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഗാന്ധിജി പിന്നെ എനിക്ക് ഗാന്ധിജിയുടെ പറ്റി എനിക്ക് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്തിരുന്നത് ഇവിടെ കേരളത്തിലും. പിന്നെ അധികകാലം മുംബൈയിലായിരുന്നു, മുംബൈയിൽ കോളേജിൽ പഠിപ്പിച്ചായിരുന്നു ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ പല സന്ദർഭങ്ങളിലും ഗാന്ധിജിയുടെ ഓരോ ലെസൺസ് പഠിപ്പിക്കാനുണ്ടായി. പിന്നെ ബോംബെയിലാണ് ഗാന്ധി സ്വാതന്ത്ര്യസമരത്തിൻ്റെ വലിയൊരു സീൻ. സ്വാതന്ത്ര്യസമരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ബോംബെ സിറ്റി. അപ്പോൾ ഗാന്ധിജി അവിടെ വന്നാൽ താമസിക്കുന്ന ഒരു സ്ഥലം മണിഭവനിൽ പേരായി. അവിടെ ഞാൻ എല്ലാ ഒക്ടോബർ മാസത്തിനും ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോട് കണക്റ്റഡായിട്ട് എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകായിരുന്നു അങ്ങനത്തെ പല കോമ്പറ്റീഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഗാന്ധി വായന എന്നുള്ളത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് 2014 മരിച്ചു, മുംബൈയിൽ വെച്ചിട്ടാണ് അതുണ്ടായത്. ഞങ്ങളിവിടെ പാലക്കാട് അപ്പോൾ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ പിന്നെ ഞാൻ കൂടുതലും പാലക്കാട് വരികയും പാലക്കാട് താമസിക്കുകയും അപ്പം തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഈ ഗാന്ധി ആശ്രമത്തിൻ്റെ കാര്യം കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനോട് കണക്റ്റഡാണ്. അന്ന് മുതൽ ഇന്ന് വരെ സജീവമാണ് പ്രവർത്തനങ്ങളിൽ വരാറുണ്ട്. സൗകര്യമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ വരാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പബ്ലിസിറ്റിയുടെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫിലിം കണക്ഷൻ ഉള്ളതുകൊണ്ട് ഫിലിം കണക്റ്റായിട്ട് ആൾക്കാരെ എന്നെ എന്തിനെങ്കിലും വിളിച്ചാൽ എന്തെങ്കിലും സീനറി പറഞ്ഞാൽ ഞാൻ ഈ ഗാന്ധി ആശ്രമത്തിൻ്റെ കാര്യം പറയും. ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയൊക്കെ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി പല പ്രവർത്തനങ്ങളും ഖാദിയുടെ പ്രചാരം, അതും ഒരു എല്ലാ തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും എനിക്ക് എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ അസോസിയേഷൻ. നമസ്കാരം, പേരെന്താ? പേര് ഉണ്ണിക്കുട്ടനാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്, മടത്തിപ്പാടം. അപ്പോൾ ഇതിൽ സജീവമാണ് അല്ലേ ഈ ഗാന്ധി ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ? എങ്ങനെ ഇതിലെത്തിപ്പെട്ടത്? ഞങ്ങൾ ഇവിടെ ഒരു ഗാന്ധി ആശ്രമം വേണം അങ്ങനെയുള്ള ഒരു ചിന്താഗതികൾ വളരെ 10 വർഷം മുമ്പ് തന്നെ സംസാരിക്കാനിടയായിരുന്നു. ക്രമേണ ഈ ഒരു ആവശ്യമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ എന്താ പറയുക, പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയാലോചനകളും കാര്യങ്ങളൊക്കെയാണ്. അതോടുകൂടി നാടിൻ്റെ മറ്റും മാറ്റങ്ങളും ഇതൊക്കെ ഉണ്ടായി വരണമല്ലോ.